ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഓട്സ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല മധുരമുള്ള ഒരു അപ്പത്തിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ ഈ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തൊരു ബെല്ലൈക്കൺ കൂടി ഉണ്ട്, അതും മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ. അപ്പോഴാണ് ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് വരുള്ളൂ. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് ഇതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഓട്സ് കൊണ്ടുള്ള ഈ ഒരു അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്കതിൻ്റെ മിക്സ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ബൗളിലേക്ക് 1 കപ്പ് ഓട്സ് ചേർത്ത് കൊടുക്കുകയാണ്. ഈ ഓട്സ് ഞാനിവിടെ പൊടിച്ചെടുത്തതിന് ശേഷമാണ് ചേർക്കുന്നത്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുത്താൽ മതി. ഇങ്ങനെ പൊടിച്ചെടുത്ത് ചേർക്കുമ്പോൾ ഈ അപ്പത്തിൻ്റെ ബാറ്റർ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. ആ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാനിത് പൊടിച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ ചേർക്കുന്നത് 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണ്. നമുക്ക് ഈ അപ്പത്തിന് ഓട്സ് മാത്രം മതി എന്നുണ്ടെങ്കിൽ ഓട്സ് തന്നെ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ 1/2 കപ്പ് ഓട്സ് എടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് ഓട്സും 1/2 കപ്പ് ഗോതമ്പുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇത് അപ്പത്തിന് നല്ലൊരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്താണ് കേട്ടോ, നിർബന്ധമില്ല. ഇനിയിപ്പോൾ നമുക്കത് പാൻ കേക്ക് മാതിരിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ തൽക്കാലം ചേർത്ത് കൊടുക്കുന്നില്ല, ബേക്കിംഗ് പൗഡർ മാത്രം തന്നെയാണ് ചേർക്കുന്നുള്ളൂ. ഇനി അടുത്തായിട്ട് നമുക്ക് ഈ അപ്പത്തിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിന് ശേഷം ഇത് കുറച്ച് മധുരമുള്ള ഒരു അപ്പമാണല്ലോ, അപ്പോൾ ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 നുള്ളു ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മിക്സിയുടെ ഒരു ജാർ എടുക്കാം. ഈ അപ്പത്തിലേക്ക് നമുക്ക് പഴം ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ചെറിയ സൈസിലുള്ള റോബസ്റ്റ പഴമാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് കഷ്ണങ്ങളാക്കിയതിന് ശേഷം നമുക്ക് ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ റോബസ്റ്റ പഴത്തിന് പകരം നിങ്ങൾക്ക് ചെറുപഴം ഉപയോഗിക്കാം, അതുമാതിരി തന്നെ നേന്ത്രപ്പഴം എടുക്കാം. പിന്നെ എടുക്കുന്നത് മധുരത്തിന് ആവശ്യമായിട്ട് ശർക്കരയാണ്. 1/2 കപ്പ് ശർക്കര ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും ചേർത്ത് കൊടുക്കാം. ഈ ശർക്കരയുടെ അളവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ശർക്കരയ്ക്ക് പകരം നമുക്ക് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ചേർക്കുന്നത് 1/2 കപ്പ് പാലാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ പഴവും ശർക്കരയും പാലും നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ഓട്സിൻ്റെ ഒരു മിക്സ്, അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കത് കുറച്ച് തിക്കായിട്ടുള്ളൊരു ബാറ്ററാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഈ പാലിന് പകരം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പാൽ ചേർക്കുമ്പോൾ കുറച്ചായിട്ട് ചേർത്തിട്ട് വേണം നമ്മളത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് അങ്ങോട്ട് ലൂസാവണ്ട, കുറച്ച് തിക്കായിട്ടുള്ളൊരു ബാറ്ററായിട്ട് നമുക്കത് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നല്ല തിക്കായിട്ട് തന്നെയാണ് ഇത് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് പാലും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ അപ്പത്തിനുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഈ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. ഞാൻ ഏകദേശം ഇതിലേക്ക് 1/2 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ അപ്പം ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ഇപ്പോൾ അത്യാവശ്യം ചൂടായിട്ടാണ് ഇരിക്കുന്നത്, ഒരുപാട് അങ്ങോട്ട് ചൂടാവണ്ട. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനും ബുദ്ധിമുട്ടാവും. അപ്പോൾ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കിയതിന് ശേഷം നമുക്ക് ഓരോ തവി മാവ് വീതം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാം. ഇത് വല്ലാതെ നമ്മൾ ദോശ പരത്തണ മാതിരി പരത്തിയെടുക്കേണ്ട ആവശ്യമില്ല, മേലെ മാത്രം ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്താൽ മതി. ഇത് ഏകദേശം ഒരു പാൻ കേക്ക് പോലെയാണ് ഉണ്ടാവുക. അതിനുശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മേലെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. സൺഫ്ലവർ ഓയിലിന് പകരം നമുക്ക് ഇഷ്ടമുള്ള ഏത് എണ്ണയും ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് എണ്ണ വേണ്ടാന്നുണ്ടെങ്കിൽ എണ്ണ ഒഴിവാക്കുകയും ചെയ്യാം. അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇപ്പോൾ ഈ മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഭാഗം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം മറ്റേ ഭാഗം ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് 2 ഭാഗം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള മാവും ചെയ്തെടുക്കാം. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും 4 മണി പലഹാരമായിട്ടും കഴിക്കാം. അതുകൂടാതെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തയക്കാനും നല്ലൊരു ഡിഷാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഫ്രൂട്ട്സും നട്ട്സൊക്കെ കഴിക്കാം. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്